ഹലോ, ഇന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാവുന്ന ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കാം, അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. പിന്നീട് ഈ ബ്രെഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. 2 ബ്രെഡ് സാൻഡ്വിച്ചിലേക്കും 1 ബ്രെഡ് എനിക്കല്ലാതെ കഴിക്കാം. അപ്പോൾ ബ്രെഡ് നമുക്ക് മറിച്ചും തിരിച്ചു വിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. എന്താ ഏകദേശം ഒരു ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ടൊരു പാത്രത്തിൽ 2 മുട്ട എടുക്കുക. ഞാൻ 2 ബ്രെഡിലേക്ക് 2 മുട്ട എന്നുള്ള കണക്കിലാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കാം കേട്ടോ. ഞാൻ എൻ്റെ ആവശ്യത്തിനാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് അടുത്ത പാൻ ചൂടാക്കുക. അതേ പാനിൽ തന്നെ കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ഈ മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മുട്ട ഇനി ഒന്ന് കറക്കി ചിറ്റിച്ചെന്നെടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരുപാടങ്ങ് വെന്ത് പോകണ്ട. അതിന് മുമ്പ് നമുക്ക് ഈ ബ്രെഡ് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ബ്രെഡും അതിൽ നന്നായിട്ട് ഒട്ടിയിരിക്കണം, അല്ലെങ്കിൽ എല്ലാം കുളമാവും. എന്നിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ ജസ്റ്റ് ആ എക്സ്ട്രാ കിടക്കുന്ന മുട്ടയൊക്കെ അകത്തോട്ട് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, കുറച്ച് മയണൈസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് നമ്മുടെ ചീസ്, ഇവനാണ് മെയിൻ താരം കേട്ടോ. എനിക്ക് ഈ ചീസ് ഇടുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ചീസ് ഇടാതെയും കഴിക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നേരെ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ചൂടോടുകൂടി കണ്ടാൽ കഴിക്കാം. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ടാറ്റാ.